ക്രിസ്തുവിൽ ഏറെ പ്രിയമുള്ള സഭാമക്കളെ, സെപ്റ്റംബർ 13 വിശുദ്ധ സ്ലീവായുടെ തിരുനാൾ നാം ആഘോഷിക്കുകയാണല്ലോ. ലോകം ദൗർബല്യത്തിൻ്റെയും അപമാനത്തിൻ്റെയും പ്രതീകമായി കണ്ട കുരിശ് ക്രിസ്തുവിൻ്റെ അനുയായികളായ നമുക്ക് മഹത്വത്തിൻ്റെയും വിജയത്തിൻ്റെയും അടയാളമാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും പ്രശംസിക്കുവാൻ ഇടവരാതിരിക്കട്ടെ. കുരിശ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പരമമായ അടയാളമാണ്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ സഹിച്ച വേദനയുടെയും നമുക്ക് നിത്യജീവൻ നൽകാനായി അവൻ മരണം വരിച്ചതിൻ്റെയും ഓർമ്മപ്പെടുത്തലാണിത്. ഈ തിരുനാളിൽ നാം കുരിശിലെ ത്യാഗത്തെ വീണ്ടും നാം ഓർക്കുകയാണ്. അത് നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെയും വേദനകളെയും അതിജീവിച്ച് മുന്നോട്ട് പോകുവാനുള്ള പ്രത്യാശ നമുക്ക് നൽകുന്നു. ക്രിസ്തുവിൻ്റെ കുരിശുമരണം വെറുമൊരു ദുരന്തമായിരുന്നില്ല, മറിച്ച് സ്നേഹത്തിൻ്റെ അന്തിമ വിജയമായിരുന്നു അത്. നമ്മുടെ ജീവിതത്തിൽ നാം നേരിടേണ്ടി വരുന്ന കുരിശുകൾ അനവധിയുണ്ടാകാം. രോഗങ്ങളായും നഷ്ടങ്ങളായും പരാജയങ്ങളായും നമുക്ക് നേരിടേണ്ടി വന്നേക്കാം. ഈ പ്രതിസന്ധികളിലെല്ലാം നമുക്ക് കുരിശിനെ ക്രിസ്തുവിനെ നമുക്ക് ഓർക്കാം. കാരണം ഈ കുരിശുകളിലൂടെയാണ് നാം ക്രിസ്തുവിനോട് കൂടുതൽ അടുക്കുന്നത്. നമ്മുടെ കുരിശുകൾ അവൻ്റെ കുരിശുമായി ഒന്നിക്കുമ്പോൾ അവ നമ്മെ വിശുദ്ധീകരിക്കുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ പുണ്യദിനത്തിൽ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ വഴി പിന്തുടരുവാൻ നമുക്ക് പ്രതിജ്ഞയെടുക്കാം. വിദ്വേഷം നിറഞ്ഞ ഈ ലോകത്ത് സ്നേഹം പ്രചരിപ്പിക്കുവാനും നിരാശയിൽ പ്രതീക്ഷയുടെ വെളിച്ചമാകാനും നമുക്ക് ശ്രമിക്കാം. കാരണം കുരിശാണ് നമ്മെ വഴി നടത്തുന്നത്. അതാണ് ക്രിസ്തു നമുക്ക് നൽകിയ സ്നേഹം. എല്ലാവർക്കും വിശുദ്ധ സ്ലീവാ തിരുനാളിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും ഞാൻ ഈ അവസരത്തിൽ നേരുന്നു. നന്ദി.